അപകടകരമായി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതിന് യാത്രക്കാരിയെ മർദ്ദിച്ച് റാപ്പിഡോ ടാക്സി ഡ്രൈവർ. കന്നഡ മാത്രം അറിയാവുന്ന ഡ്രൈവറും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന യാത്രക്കാരിയും തമ്മിൽ വാക്കുതർക്കം രൂക്ഷമായതോടെയാണ് കയ്യാങ്കളിയിലേക്ക് കലാശിച്ചത്. സംഭവത്തിന്റെ വീഡിയോ വൈറലാണ്. ബംഗളൂരു ജയനഗറിലാണ് യാത്രക്കാരിയെ റാപ്പിഡോ ബൈക്ക് ടാക്സി ഡ്രൈവർ മർദ്ദിച്ചതായി പരാതി. 3 ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ജയനഗറിലെ ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് തനിക്ക് താമസ സ്ഥലത്ത് എത്താനായി റാപ്പിഡോ ടാക്സി ബുക്ക് ചെയ്തത്. എന്നാൽ അമിത വേഗതയും അപകടകരമായ ഡ്രൈവിംഗും യുവതി ചോദ്യം ചെയ്തു. അശ്രദ്ധമായി വാഹനമോടിച്ചപ്പോൾ യാത്രാമധ്യേ വാഹനം നിർത്താൻ യുവതി ആവശ്യപ്പെട്ടു. ഇതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കം രൂക്ഷമായി. യാത്രാക്കൂലി നൽകാനും ഹെൽമെറ്റ് തിരികെ നൽകാനും ഇവർ വിസമ്മതിച്ചു. ഇതോടെ ഡ്രൈവർ സ്ത്രീയെ മർദ്ദിച്ചെന്നാണ് പരാതി. ഡ്രൈവറിന് കന്നഡ മാത്രമാണ് അറിയുന്നത്. യുവതി സംസാരിച്ചത് ഇംഗ്ലീഷിലും. ഇതാണ് ഇരുവർക്കുമിടയിൽ ആശയവിനിമയത്തിന് തടസ്സമായതെന്നാണ് പോലീസ് പറയുന്നത്. യുവതി എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ലെന്നും ട്രാഫിക് രൂക്ഷമായ സമയത്ത് റോഡിന് നടുവിൽ വണ്ടി നിർത്താൻ പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമെന്നുമാണ് ഡ്രൈവറുടെ വാദം. വാക്കേറ്റം രൂക്ഷമായപ്പോൾ നിങ്ങൾ തിരികെ നിങ്ങളുടെ നാട്ടിലേക്ക് പോകൂ എന്ന ഡ്രൈവർ യുവതിയോട് പറഞ്ഞതും പ്രകോപനമായി. ആക്രമണത്തിന്റെ ആഘാതത്തിൽ യുവതി നിലത്ത് വീഴുന്നുണ്ട്. എന്നാൽ വഴിയാത്രക്കാർ ആരും തന്നെ പ്രശ്നത്തിൽ ഇടപെട്ടില്ലെന്നും യുവതി പരാതിയിൽ പറയുന്നു. ബൈക്ക് യാത്രികൻ സ്ത്രീയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. സംഭവം പുറത്തറിഞ്ഞപ്പോൾ സ്ത്രീയെയും ബൈക്ക് ഓടിച്ചിരുന്നയാളെയും ജയനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ബൈക്ക് ഓടിച്ചിരുന്നയാൾ അശ്രദ്ധമായി വാഹനമോടിച്ചെന്നും സിഗ്നലുകൾ ലംഘിച്ചെന്നും അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഡ്രൈവർ തന്നെ മർദ്ദിച്ചതെന്നും യുവതി പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ പരാതി നൽകാൻ സ്ത്രീ വിസമ്മതിച്ചു. തുടർന്ന് നോൺ കോഗ്നിസബിൾ റിപ്പോർട്ട് പ്രകാരം പോലീസ് കേസ് ഫയൽ ചെയ്തു. റാപ്പിഡോ ഡ്രൈവറെ ചോദ്യം ചെയ്തതായും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ലോകേഷ് ബി ജഗ്ലാസർ വ്യക്തമാക്കി. ബൈക്ക് ടാക്സികൾ വാണിജ്യ വാഹനങ്ങളായി പ്രവർത്തിപ്പിക്കരുതെന്ന കർണാടക ഹൈക്കോടതിയുടെ കർശന ഉത്തരവുള്ളപ്പോഴാണ് സംഭവം എന്നതും ശ്രദ്ധേയമാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.